The government may appoint dash to be the registrar of cooperative societies for the state. Options നോക്കിക്കേ. A person, B, an officer of the state government, C, any person, and D, none of these. Answer is option B ആണ്, an officer of the state government. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്, നിങ്ങൾ തെറ്റിക്കുക എന്നാണ് ലക്ഷ്യം, പക്ഷെ നിങ്ങൾ തെറ്റിക്കരുത്. ഇവിടെ ഏത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്? സെക്ഷൻ 3. സെക്ഷൻ 3യിൽ രജിസ്ട്രാർ ആണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ആരെയാണ് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ആരെയാണ്? സംസ്ഥാന സർക്കാരിന്റെ ഒരു ഓഫീസറെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. മുമ്പ് ഇത് അമെൻമെന്റ് വരുന്നതിന് മുമ്പ് എ പേഴ്സൺ എന്നായിരുന്നു. ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ രജിസ്ട്രാർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ളത് മാറി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഓഫീസർ തന്നെ ആയിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ അമെൻമെന്റ്. അപ്പം മാറിപ്പോകരുത്. അമെൻമെന്റിൽ നമ്മളെ വീഴ്ത്താനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അവർ പഴയ KCS അമെൻമെന്റിന് മുന്നേ ഉള്ള ആ ഒരു പോയിന്റും തരും, അമെൻമെന്റ് വന്നതിന് ശേഷമുള്ള പോയിന്റും കൂടെ തരും. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ കൺഫ്യൂസിങ് ആവും അല്ലേ, കൺഫ്യൂഷൻ തോന്നും, ഇതാണോ അതാണോ എന്നുള്ളത് തോന്നും. അപ്പൊ അങ്ങനെ വരരുത്. ഇവിടുത്തെ ആൻസർ, ഗവൺമെന്റ് ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്.